നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സാമ്പത്തിക തിരിമറി കണ്ടെത്തിയ മലയാളിയെ ദുബായിൽ സഹപ്രവർത്തകർ ചേർന്ന് കൊന്നു കുഴിച്ചുമൂടി. മീന ബസാറിൽ തുണിക്കടയിൽ PRO ആയി ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരം മുക്കോല സ്വദേശി അനിൽ വിൻസെന്റാണ് കൊല്ലപ്പെട്ടത്. ദുബായിൽ ടീസിംഗ് ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിലെ PRO ആയിരുന്ന അനിൽകുമാറിനെ ഈ മാസം 2 മുതലാണ് കാണാതായത്. തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ മാസം 12-ാം തീയതിയാണ് ഷാർജയിലെ മരുഭൂമിയിൽ നിന്ന് അനിൽകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ത്യൻ കോൺസുലേറ്റ് പുറത്തുവിട്ട മരണ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് ശ്വാസം മുട്ടിച്ചാണ് അനിൽകുമാറിനെ കൊലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് അനിൽകുമാർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനടക്കം 2 പാകിസ്ഥാൻ സ്വദേശികൾ ദുബായിൽ അറസ്റ്റിലായി എന്നാണ് ബന്ധുക്കൾക്ക് ലഭിക്കുന്ന വിവരം. കേസിലെ മറ്റൊരു പ്രതിയായ പാകിസ്ഥാൻ സ്വദേശി നാടുവിട്ടിട്ടുണ്ട്. ഇയാൾക്കുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അനിൽകുമാർ ഷാസിജിത്തിന്റെ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് വിവരം. അനിൽകുമാറിന്റെ മൃതദേഹം ഇന്ന് രാത്രി നാട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ മുട്ടട ഹോളിക്രോസ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കഴിഞ്ഞ 30 വർഷമായി ദുബായിൽ ജോലി ചെയ്തു വരികയായിരുന്നു അനിൽകുമാർ. 24 ദുബായ്. സൗദിയിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വ്യവസ്ഥകൾ പാലിക്കാതിരുന്നാൽ 20,000 റിയാൽ വരെ പിഴ ലഭിക്കും. ദൃശ്യങ്ങൾ നിശ്ചിത സമയത്തേക്ക് സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സുരക്ഷാ നിരീക്ഷണ ക്യാമറയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് പ്രഖ്യാപിച്ചത്. വ്യവസ്ഥകൾ ലംഘിച്ചാൽ 20,000 റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിരോധിത മേഖലകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചാൽ 10,000 റിയാൽ പിഴ ഈടാക്കും. റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ നിശ്ചിത കാലത്തേക്ക് സൂക്ഷിക്കാതിരുന്നാൽ 5,000 റിയാൽ പിഴ ചുമത്തും. വ്യവസ്ഥകൾ ലംഘിച്ച് ദൃശ്യങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുക, പ്രസിദ്ധീകരിക്കുക, നശിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് 20,000 റിയാൽ പിഴ ഈടാക്കും. സാങ്കേതിക സവിശേഷതകൾ ലംഘിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ ലംഘിക്കുക, നിരീക്ഷണ ക്യാമറയുണ്ടെന്ന ബോർഡ് വെക്കാതിരിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് ഓരോ ക്യാമറക്കും 500 റിയാൽ വീതം പിഴ ചുമത്തും. കേസ് അന്വേഷണത്തിന് ഉപയോഗിക്കേണ്ട ദൃശ്യങ്ങൾ അന്വേഷണം കഴിയുന്നതുവരെ സൂക്ഷിക്കണം. ആവശ്യമെങ്കിൽ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറണമെന്നും ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദിയിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ സ്വദേശീവൽക്കരണം നടപ്പിലാക്കുന്നു. ജൂലൈ 21-ന് പദ്ധതി പ്രാബല്യത്തിൽ വരും. സിവിൽ എഞ്ചിനീയർ ഉൾപ്പെടെ 5 വിഭാഗങ്ങളിലാണ് സ്വദേശീവൽക്കരണം നടപ്പിലാക്കുക. സ്വകാര്യ മേഖലയിലെ എഞ്ചിനീയറിംഗ് തസ്തികകളിൽ 25% സൗദിവൽക്കരണമാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. സിവിൽ എഞ്ചിനീയർ, ഇന്റീരിയർ ഡിസൈൻ എഞ്ചിനീയർ, സിറ്റി പ്ലാനിംഗ് എഞ്ചിനീയർ, സ്ട്രക്ചർ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, സ്പേസ് എഞ്ചിനീയർ എന്നീ തസ്തികകളിലാണ് സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നത്. 5 അതിൽ കൂടുതലോ എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുക. ഈ വർഷം ജൂലൈ 21 മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. നഗര ഗ്രാമകാര്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. 8,000-ലധികം സൗദി യുവതീ യുവാക്കൾക്ക് ഈ പദ്ധതിയിലൂടെ ജോലി ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ മേഖലയിൽ സൗദികൾക്ക് കുറഞ്ഞത് 7,000 റിയാൽ ശമ്പളം നൽകണമെന്നും വ്യവസ്ഥയുണ്ട്. നിലവിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികൾക്ക് ഇതുമൂലം ജോലി നഷ്ടപ്പെടുമെന്നാണ് സൂചന. കൂടുതൽ സ്വദേശികൾക്ക് തൊഴിൽ കണ്ടെത്തുക, രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ സ്വദേശികളുടെ പങ്ക് ഉയർത്തുക തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷ്യം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ നാളെ സിറിയയ്ക്കെതിരെ ഇന്ത്യ നിർണായക മത്സരത്തിന് ഇറങ്ങും. ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യക്ക് ഒരു ഗോൾ പോലും നേടാൻ കഴിഞ്ഞില്ല. ഏഷ്യൻ കപ്പിൽ അറബ് രാജ്യങ്ങളുടെ മേധാവിത്വം തുടരുകയാണ്. വിലയിരുത്തലുകളുമായി സ്പോർട്സ് ജേർണലിസ്റ്റ് കമാൽ വരദൂർ 24 പ്രതിനിധി അൻവർ പാലേരിക്കൊപ്പം ചേരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2 കളികളിലും ഇന്ത്യക്കൊരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ ആരാധകരെ വല്ലാതെ നിരാശപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നാളെ വീണ്ടും സിറിയക്കെതിരെ ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? എത്രത്തോളം പ്രതീക്ഷ പുലർത്താനാവും? അതായത് നമ്മൾ ആദ്യ 2 കളികളിൽ പരാജയപ്പെട്ടതോടുകൂടി നമ്മുടെ നോക്കൗട്ട് സാധ്യത 99% മങ്ങിയിട്ടുണ്ട്. ഇനി 1% ബാക്കിയുണ്ട്. അത് സിറിയക്കെതിരായ മത്സരത്തിൽ വലിയ മാർജിനിൽ ജയിക്കണം. വലിയ മാർജിനിൽ ജയിച്ചിട്ട് ഗ്രൂപ്പിൽ 3-ാം സ്ഥാനക്കാരായിട്ട് മാറി. ഇപ്പോൾ നിലവിൽ നമ്മൾ 4-ാമതാണ്. അതായത് ഓസ്ട്രേലിയയും ഉസ്ബെക്കിസ്ഥാനും സിറിയയും കഴിഞ്ഞ് 1 പോയിന്റും ഇല്ലാതെയാണ് ഇന്ത്യ നിൽക്കുന്നത്. നാളെ ജയിക്കുന്നു, വലിയ മാർജിനിൽ ജയിക്കുന്നു, 3-ാം സ്ഥാനത്തേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഏറ്റവും മികച്ച 4 3-ാം സ്ഥാനക്കാർക്ക് നോക്കൗട്ടിൽ ഇടമുണ്ട്. ഏറ്റവും മികച്ച 4 പേർക്ക് അതിലൊന്നാവാനുള്ള ഒരു ഭാഗ്യം, അതായത് അത് പൂർണ്ണ തലത്തിൽ ഭാഗ്യം വന്ന് നിറയണം എങ്കിൽ മാത്രമാണ്. എങ്കിൽ പോലും ഇപ്പോൾ കോച്ചുമായിട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുമായിട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചപ്പോഴും അവർ വലിയ പ്രതീക്ഷയിലാണ്. വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇതുവരെ ഒരു ഗോള് നമ്മൾ അടിച്ചിട്ടില്ല.
ഓസ്ട്രേലിയക്കെതിരെ 2 വാങ്ങി, ഉസ്ബെക്കിസ്ഥാനെതിരെ 3 വാങ്ങി. ആകെ 5 ഗോളാണ്. ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല. അപ്പോഴും 1-2 ഗോൾ അടിച്ച് ജയിക്കാനായാൽ നമുക്ക് തല ഉയർത്തി തന്നെ മടങ്ങാം. കുവൈറ്റിൽ പ്രവാസിയായിരുന്ന മലയാളി അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ അന്തരിച്ചു. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി കോട്ടക്കുഴിയിൽ സജി വർഗീസാണ് മരിച്ചത്. വർഷങ്ങളായി യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ ജോലി ചെയ്യുകയായിരുന്നു. കുവൈറ്റിൽ വാഹന രജിസ്ട്രേഷൻ ഇനി മുതൽ സഹൽ ആപ്ലിക്കേഷൻ വഴി. സ്വദേശികൾക്കും വിദേശികൾക്കും ഇത് ബാധകമാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ വഴി പൊതുജന സേവനം കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതിനകം നിരവധി സർക്കാർ സേവനങ്ങൾ സഹൽ ആപ്പ് വഴി ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾക്കൊടുവിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനൻ എന്ന പദവിയിൽ ശ്രീകോവിലിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ക്ഷേത്രം ഭക്തർക്കായി തുറന്നു. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് ദർശനത്തിന് അനുമതിയുണ്ട്. ക്ഷണിക്കപ്പെട്ട 7000 പേർക്കായിരുന്നു ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. എങ്ങും രാമമന്ത്രം. പുതിയ രാമക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ പ്രധാനമന്ത്രി പ്രവേശിച്ചു. മുഖ്യ യജമാനായി നരേന്ദ്രമോദിയെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് സ്വീകരിച്ചു. ഇതോടെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ തുടങ്ങിയത്. മണിക്ക് തുടങ്ങിയ വൈദിക ചടങ്ങുകൾ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് ദേവചൈതന്യം രാംലല്ലയിലേക്ക് സന്നിവേശിപ്പിക്കുന്ന നിർണായക നിമിഷത്തിലെത്തി. 12:29 12:31 ഇടയിലുള്ള 84 സെക്കൻഡായിരുന്നു അഭിജിത്ത് മുഹൂർത്തം. മുഖ്യ യജമാനന്റെ അനുജ്ഞ വാങ്ങി വേദമന്ത്രോച്ചാരണങ്ങൾക്കിടെ രാംലല്ലയെ ചൈതന്യവത്താക്കി. ക്ഷേത്രത്തിൽ മംഗളവാദ്യങ്ങൾ മുഴങ്ങി. പ്രധാനമന്ത്രിയെ കൂടാതെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, RSS സർസംഘ ചാലക് മോഹൻ ഭാഗവത്, മഹന്ത് നൃത്തഗോപാൽ ദാസ് എന്നിവരും ശ്രീകോവിലിൽ ഉണ്ടായിരുന്നു. തുടർന്ന് മഹാ ആരതിയും നടന്നു. നേരത്തെ 50 കലാകാരന്മാരുടെ മംഗളവാദ്യമേളത്തോടെയാണ് 2 മണിക്കൂർ നീണ്ട ചടങ്ങുകൾ തുടങ്ങിയത്. പിന്നീട് പ്രധാനമന്ത്രി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരവാതിൽ ഭക്തർക്കായി തുറന്നുകൊടുത്തു. അയോധ്യയിലെ പുതിയ ക്ഷേത്രത്തിൽ രാംലല്ല മിഴി തുറന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനട ഭക്തർക്കായി തുറന്നുകൊടുത്തു. പ്രധാനമന്ത്രി മുഖ്യ യജമാനായി എന്ന പ്രത്യേകതയും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കുണ്ട്. അയോധ്യയിലെ റാംപത്തിൽ നിന്നും ക്യാമറമാൻ VS രാഹുലിനൊപ്പം S വിജയകുമാർ, 24. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് BJP രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ബദൽ പരിപാടികൾ സംഘടിപ്പിച്ചു. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് സർവ്വമത റാലി സംഘടിപ്പിച്ചു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ശോഭായാത്ര നടത്തി. BJPയുടെ രാഷ്ട്രീയ പരിപാടി എന്ന വിമർശനത്തോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ചത്. രാമനെയോ രാമക്ഷേത്രത്തെയോ എതിർക്കുന്നില്ലെന്ന് ആവർത്തിച്ച പാർട്ടികൾ നിലപാട് വ്യക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ആം ആദ്മിയുടെ ശോഭായാത്രയ്ക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകി. ഐക്യസന്ദേശം മുൻനിർത്തിയാണ് പശ്ചിമബംഗാളിൽ മമതാ ബാനർജി സർവ്വമത റാലി നടത്തിയത്. കാളിക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ വിവിധ മതവിഭാഗങ്ങളിലെ പുരോഹിതർ പങ്കെടുത്തു. BJP സ്ത്രീവിരുദ്ധ പാർട്ടിയാണെന്നും അതുകൊണ്ടാണ് സീതാദേവിയെക്കുറിച്ച് പരാമർശിക്കാത്തതെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി വിമർശിച്ചു. രാമനെ ആരാധിക്കുന്നതിനോട് താൻ എതിരല്ല, എന്നാൽ അതിന്റെ പേരിൽ മറ്റൊരാളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്നും മമത. তোমরা সীতাদেবীর নামটা তো একবারও বলো না, তার মানে কি অ্যান্টি উইমেন? আরও অ্যান্টি উইমেন। সীতা না থাকলে রাম হয় না, আর কৌশল্যা দেবী না থাকলে, মা না থাকলে রামের জন্ম হয় না. മഹാരാഷ്ട്ര നാസിക്കിലെ കലാറാം ക്ഷേത്രത്തിൽ ഉദ്ധവ് താക്കറെയുടെ പ്രാർത്ഥനയും മഹാ ആരതിയും നടന്നു. CPIM-ഉം CPI-യും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. 24 ഡൽഹി. പ്രധാനമന്ത്രി സൂര്യോദയ യോജന പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. 1 കോടി വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം താൻ എടുക്കുന്ന ആദ്യ തീരുമാനം എന്ന പേരിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി പ്രഖ്യാപിച്ചത്. സാധാരണക്കാരുടെ വൈദ്യുത ബിൽ കുറയ്ക്കാനും ഊർജ്ജ മേഖലയിൽ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് കേന്ദ്ര സർക്കാർ പരിപാടിയാക്കി മാറ്റിയതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു മതത്തെ മാത്രം ഉയർത്തിപ്പിടിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കുറുക്ക് വഴികളാണ് സംഘപരിവാർ തേടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കുറ്റപ്പെടുത്തി.
കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി വിമർശിച്ചു. സർക്കാർ ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതോ ഒരു മതത്തെ ഉയർത്തിക്കാട്ടുന്നതോ ശരിയല്ല. ഒരു മതത്തിന്റെ മാത്രം ആരാധനാലയത്തിന്റെ ഉദ്ഘാടനം രാജ്യത്തിന്റെ പരിപാടിയായി ആഘോഷിക്കുന്നു. അയോധ്യയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാതെ മതനിരപേക്ഷതയോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. As those who have pledged to preserve and protect our constitution, let us reaffirm our commitment to its secular character by declining to participate in the event, upholding our constitutional responsibilities. Let this serve as an opportunity to promote harmony and the spirit of common brotherhood amongst all the people of India, transcending religious, linguistic and regional or sectional diversities. രാമൻ സഹിഷ്ണുതയെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ബാബറി മസ്ജിദ് പൊളിച്ചതിന് വിശ്വാസികളോട് മാപ്പ് പറയുമോ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മോദി ഒരുമയുടെ വെളിച്ചം കെടുത്തിയ കുറ്റവാളിയെന്നും വിമർശനം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്ന സംഘപരിവാറിന് ദിശാബോധമുള്ള രാഷ്ട്രീയം പറയാനില്ലെന്നും കുറുക്കുവഴികൾ മാത്രമാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ പ്രതിഷേധ പരിപാടികൾ നടന്നു. കോഴിക്കോട് NITയിൽ അയോധ്യ വിരുദ്ധ പോസ്റ്ററിനെ ചൊല്ലി വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായി. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് NSS ആസ്ഥാനത്ത് ദീപം തെളിയിച്ച് പ്രാർത്ഥന നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ച KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളെ തടഞ്ഞതായി പരാതി. തടഞ്ഞത് BJP പ്രവർത്തകരാണെന്നാണ് പരാതി. ഗേറ്റിന് മുന്നിൽ സ്ക്രീൻ വെച്ച് റാം കാ നാം എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനായിരുന്നു തീരുമാനം. സംഘർഷത്തെ തുടർന്ന് ഗേറ്റിനകത്തേക്ക് പ്രദർശനം മാറ്റി. വിദ്യാർത്ഥികൾ പുറത്തുവച്ച ഫ്ലെക്സും തടയാനെത്തിയവർ നീക്കം ചെയ്തു. ആളുകളെ തമ്മിലടിപ്പിച്ച് വോട്ട് നേടുകയാണ് BJPയുടെ ലക്ഷ്യമെന്ന് സംസ്ഥാന നേതാവ് ഉമർ ഫൈസി മുക്കം. രാമക്ഷേത്ര നിർമ്മാണം ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിന്റെ തുടക്കമാണ്. ഒരു പ്രത്യേക വിഭാഗത്തെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ഓരോ നിയമങ്ങൾ കൊണ്ടുവരികയാണെന്നും ഉമർ ഫൈസി മുക്കം വിമർശിച്ചു. ഇവിടെ രാജ്യഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് കാണുന്ന തന്ത്രം ഒന്നതാണ്, തമ്മിൽ അടുപ്പിക്കുക, ആ ഭാഗത്തിൻ്റെ ആളുകളായി അവിടെ വോട്ട് വാങ്ങുക എന്നുള്ളതാണ്. അതെന്ത് അനീതിയായാലും വേണ്ടില്ല, മനുഷ്യ മൂല്യങ്ങൾക്കൊക്കെ എതിരായാലും വേണ്ടില്ല എന്ന നിലയ്ക്കുള്ള പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റിൽ പ്രവാസിയെ കബളിപ്പിച്ച് 900 കുവൈറ്റ് ദിനാർ തട്ടിയെടുത്ത സ്വദേശി പൗരന് കോടതി 7 വർഷത്തെ തടവും 1800 ദിനാർ പിഴയും വിധിച്ചു. പ്രവാസിയുടെ സഹോദരനെ നാട് കടത്തുന്നതിൽ നിന്ന് രക്ഷിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് പണം തട്ടിയത്. ഗുരുതരമായ ഗതാഗത ലംഘനത്തിനായിരുന്നു പ്രവാസിയുടെ സഹോദരനെ ആഭ്യന്തര മന്ത്രാലയം കസ്റ്റഡിയിലെടുത്ത് നാട് കടത്താൻ വിധിച്ചത്. അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ പൂർത്തിയായ ശേഷമേ പ്രവേശനം അനുവദിക്കൂ എന്ന് പോലീസ് അറിയിച്ചതോടെ നേതാക്കൾ പ്രതിഷേധിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്ര മേഘാലയയിൽ പ്രവേശിച്ചു. ഭട്ടദ്രവ സത്രം സന്ദർശിക്കാൻ പുറപ്പെട്ട രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും ഏറെ അകലെ വെച്ച് തന്നെ അസം പോലീസ് തടഞ്ഞു. വിശ്വാസികളുടെ തിരക്ക് കണക്കിലെടുത്ത് രാഹുലിന് 3 മണിക്ക് ശേഷമേ സന്ദർശനാനുമതി നൽകൂ എന്ന് അധികൃതർ അറിയിച്ചതായി പോലീസ് വിശദീകരിച്ചു. സ്ഥലം MP-യായ ഗൗരവ് ഗൊഗോയ്ക്ക് മാത്രം പ്രവേശനം അനുവദിക്കാമെന്ന് പോലീസ്. തുടർന്ന് പോലീസും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. എന്ത് തെറ്റിന്റെ പേരിലാണ് തന്നെ തടഞ്ഞതെന്ന് രാഹുൽ ചോദിച്ചു. രാഹുൽ അടക്കമുള്ള നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. രാഹുലിനെ തടഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെയും നിർദ്ദേശപ്രകാരമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മോഡി തീരുമാനിക്കുന്ന ആൾ മാത്രം അമ്പലത്തിൽ പോയാൽ മതി, അവർ മാത്രം പൂജ നടത്തിയാൽ മതി, അവർ മാത്രം ദേവനെ തൊഴുതാൽ മതി. ഇത് ദൈവത്തിന്റെ മുട്ടം കുത്തവകാശം ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഗൗരവ് ഗൊഗോയ് ദർശനം നടത്തി പ്രസാദവുമായി എത്തിയതോടെ മുൻ നിശ്ചയിച്ച സമയക്രമത്തിൽ യാത്രയുമായി മുന്നോട്ടു പോകാൻ രാഹുൽ തീരുമാനിച്ചു. ജോരാബത്ത് അതിർത്തി വഴി ഭാരത് ജോഡോ ന്യായ് യാത്ര മേഘാലയയിൽ പ്രവേശിച്ചു. നാളെ അസമിൽ തിരിച്ചെത്തുന്ന യാത്രയ്ക്ക് ഗുവാഹത്തി നഗരത്തിൽ പ്രവേശിക്കാൻ ഇതുവരെയും അനുമതി ലഭിച്ചിട്ടില്ല. 24 ഡൽഹി. തിരുവനന്തപുരത്ത് സിറോ മലബാർ സഭ അധ്യക്ഷൻ ഒരുക്കിയ സ്വീകരണ വേദിയിൽ യുവാക്കളുടെ വിദേശ കുടിയേറ്റത്തെ ചൊല്ലി വാദപ്രതിവാദം. യുവാക്കൾ നാടുവിടുന്നത് തടയാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. അതേ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയും നൽകി.
യുവാക്കൾ കേരളം വിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ദൈവത്തിന്റെ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ കഴിയില്ലെന്ന തോന്നലാണ് യുവാക്കൾക്ക്. ഇത് സിറോ മലബാർ സഭയുടെ മാത്രം പ്രശ്നമല്ല, യുവജനങ്ങളുടെ മൊത്തത്തിലുള്ള ആശങ്കയെന്നും ജോസഫ് പെരുന്തോട്ടം. ദൈവത്തിന്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്. അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല, ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. ഇവിടെ ജീവിച്ച് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്ന് യുവാക്കളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന ജോസഫ് പെരുന്തോട്ടത്തിന്റെ പരാമർശത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: അവിടെ ജീവിക്കുന്ന മലയാളി, ആ മലയാളി ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി എന്ന് ആഗ്രഹിച്ചു. എന്തായിരുന്നു അത്? വളരെ മുൻപല്ലാരോ, കോവിഡിന്റെ ഘട്ടത്തിൽ. എന്തേ അങ്ങനെ ചിന്തിക്കാൻ കാരണം? സിറോ മലബാർ സഭയ്ക്ക് സർക്കാരിനെ കുറിച്ച് പരാതി ഉണ്ടാകാനിടയില്ലെന്നും പ്രശ്നങ്ങളുണ്ടായപ്പോൾ സർക്കാർ നിഷ്പക്ഷമായി ഇടപെട്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പിന്നാലെ ജോസഫ് പെരുന്തോട്ടത്തിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രായമായവരുടെ നാടായി കേരളം മാറുമോ? ഒരു ഉത്കണ്ഠയില്ല. ആ ഉത്കണ്ഠയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് ഞങ്ങളെല്ലാവരും ചേർന്നാണ്. ഭരണകൂടവും അതിന്റെ ഭാഗമായി ഞങ്ങൾക്കെല്ലാം അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ കാണാതെ പോകരുതെന്ന് മന്ത്രി VN വാസവന്റെ മറുപടി. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മികവിന്റെ കേന്ദ്രങ്ങളായ സർവകലാശാലകളെയും കോളേജുകളെയും മാറ്റണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രതികരിച്ചു. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് തലസ്ഥാനത്തൊരുക്കിയ സ്വീകരണത്തിൽ സാമുദായിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്ന് നിരവധി പേർ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗ് സമസ്തയെ തകർക്കുന്നുവെന്ന മന്ത്രി V അബ്ദുറഹ്മാന്റെ പരാമർശത്തിനെതിരെ സമസ്ത സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയെ ആർക്കും തകർക്കാൻ കഴിയില്ലെന്നും ലീഗിന് അങ്ങനെ ഒരു ചിന്തയില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. മുയിൻ അലി തങ്ങൾക്ക് മാത്രമല്ല ആർക്ക് നേരെയും ഭീഷണി ഉയർത്താൻ പാടില്ലെന്നും സമസ്ത സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. മുസ്ലിം ലീഗ് സമസ്ത ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി നേട്ടം കൊയ്യാനാണ് CPIM ശ്രമം. ഇതിന്റെ തുടർച്ചയായിരുന്നു ലീഗ് സമസ്തയെ തകർക്കുകയാണെന്ന മന്ത്രി V അബ്ദുൾ പരാമർശം. എന്നാൽ സമസ്തയെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്നും മുസ്ലിം ലീഗിന് അത്തരമൊരു ചിന്തയില്ലെന്നും സമസ്ത സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. മുസ്ലിം ലീഗ് ആരും തകർക്കണമെന്നുള്ള വിശ്വാസം നമുക്കില്ല. സമസ്തനെ ആരും തകർക്കും എന്നുള്ള വിശ്വാസവും ഇല്ല. സമസ്തനെ ഒരാൾക്കും തകർക്കാൻ പറ്റൂല, ആർക്കും പറ്റില്ല. മുയിൻ അലി തങ്ങൾക്ക് നേരെയുള്ള ഭീഷണി സന്ദേശത്തിൽ സമസ്തയുടെ നിലപാടും അദ്ദേഹം വ്യക്തമാക്കി. കൈവെട്ടൊന്നും പറഞ്ഞതാവില്ല, അത് ചില ആവേശം ഉണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തിന് പൊടിച്ചു കൂട്ടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അത് ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ടതാണ്, അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്. സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗം വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും പ്രസംഗത്തിന്റെ ആവേശത്തിൽ സംഭവിച്ച അബദ്ധമാകാമെന്നുമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിശദീകരണം. 24 മലപ്പുറം. കൊല്ലം പരവൂരിൽ ആത്മഹത്യ ചെയ്ത അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ S അനീഷയുടെ ശബ്ദരേഖ പുറത്ത്. ഉദ്യോഗസ്ഥരിൽ നിന്ന് മാനസിക പീഡനം നേരിട്ടെന്നും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നുമാണ് അനീഷ പറയുന്നത്. ഇന്നലെയാണ് അനീഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിന്ന് ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടായി. ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഒരുത്തന് കോടതി വരാതിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നെ ഇട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത് ഈ നശിച്ച ലോകത്ത് ഞാൻ എന്തിനും ജീവിക്കണം? സത്യത്തിന് നീതിക്ക് ഒരു വിലയില്ലാത്തടുത്ത് ഞാൻ എന്തിനാ ഇനി നിൽക്കുന്നത്? എനിക്ക് അത്രയും പ്രഷർ എടുത്ത് വെക്കാൻ പറ്റുന്നില്ല. നിയമസഭയിൽ വായിക്കേണ്ട നയപ്രഖ്യാപനത്തിന് ഗവർണറുടെ അംഗീകാരം. മന്ത്രിസഭായോഗം അംഗീകരിച്ച കരട് പ്രസംഗത്തിനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകാരം നൽകിയത്. കേന്ദ്ര സർക്കാരിനെതിരെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശനമുണ്ടെങ്കിലും ഗവർണർക്കെതിരെ പരാമർശങ്ങളില്ലെന്നാണ് സൂചന. നയപ്രഖ്യാപനത്തിലെ ഏതെങ്കിലും ഭാഗം ഗവർണർ നിയമസഭയിൽ വായിക്കാതെ വിടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷ സർവീസ് സംഘടനകൾ മറ്റന്നാൾ നടത്താനിരിക്കുന്ന പണിമുടക്കിനെ നേരിടാൻ ഡയസ് പ്രഖ്യാപിച്ച സർക്കാർ. പണിമുടക്ക് ദിവസം അവധി അനുവദിക്കുന്നത് കർശനമായി നിയന്ത്രിക്കുമെന്ന് ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. ജോലിക്കെത്തിയില്ലെങ്കിൽ ശമ്പളം നഷ്ടപ്പെടും. 18% DA അനുവദിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷ സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
തിരുവനന്തപുരം നഗരത്തിലോടുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ ഗതാഗത മന്ത്രിക്ക് അതൃപ്തി. മന്ത്രി കെ ബി ഗണേഷ് കുമാർ KSRTC ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി. ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്ന പ്രസ്താവനയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് തലവേദനയായത്. KSRTC വാർഷിക റിപ്പോർട്ടിൽ കഴിഞ്ഞ 9 മാസത്തിനിടെ ഇലക്ട്രിക് ബസ് വഴി 2.89 കോടി രൂപ ലാഭം കിട്ടിയെന്ന കണക്ക് ഇന്നലെ പുറത്തു വന്നു. അതിനിടെയാണ് ഇന്ന് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. CMD ബിജു പ്രഭാകർ സിഡ്നിയിൽ പോയതിനാൽ ജോയിന്റ് MD പ്രമോദ് ശങ്കർ മന്ത്രിക്ക് വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറി. തനിക്ക് കിട്ടും മുൻപേ മാധ്യമങ്ങൾ കണക്ക് വാർത്തയാക്കിയതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിച്ചു. പിന്നാലെ വിശദീകരണവും തേടി. വിഷയത്തിൽ CPM ഇടപെട്ടതിനു ശേഷം മന്ത്രി പരസ്യ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല. റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷമേ മന്ത്രി ഇനി പ്രതികരിക്കാൻ സാധ്യതയുള്ളൂ. 24 തിരുവനന്തപുരം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.